प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും റെഡി അല്ലേ യെസ് തസ്വീർ देखिए ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിട്ടുള്ളത് രംഗ് ഭരെ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ നിറം നൽകാം അല്ലേ നിറം നൽകാം അല്ലെ നിറം എങ്ങനെ നൽകണം മക്കളെ നിറം നൽകാം പക്ഷെ ഇത് സിമ്പിൾ ആണല്ലോ നിറം നൽകാൻ എന്നുള്ളതൊക്കെ എൻ്റെ മക്കളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ ശരിയാണ് എളുപ്പത്തിൽ നൽകാം പക്ഷെ ഇതിൽ പറയുന്നുണ്ട് എന്ത് ഒരു ചിത്രം ഈ ചിത്രങ്ങൾ പെട്ടെന്ന് നിറം ഒന്നും നൽകാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് എന്താണ് എന്നുള്ളത് സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം വളരെ സിമ്പിൾ ആണ് എന്ന് പറയുന്നു പക്ഷെ ഇതിൽ നോക്കൂ ബത്തായിയേ മേരാ നാം നിങ്ങളോട് പറയുന്നുണ്ട് ബത്തായിയേ മേരാ നാം പറയൂ എന്താ പറയണ്ടേ മേരാ നാം എൻ്റെ പേര് ആ ചിത്രം പറയാം അല്ലേ എന്നിട്ട് അവിടെ ഡാഷും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിറങ്ങൾ ഏതെല്ലാം എന്നുള്ള നമുക്ക് ഓരോന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം പീല എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് കാല 2 കാല കറുപ്പാണ് ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയാണ് ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ ചുവപ്പാണ് അപ്പൊ 4 നിറങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇനി ആ ചിത്രത്തിൽ കാണുന്നതൊന്ന് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വേണം അതെന്താണ് നമുക്കറിയാം അല്ലേ അപ്പൊ ഇതിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇവിടെ ഏക്ക് കൊടുത്തിട്ടുണ്ട് ദോ കണ്ണിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് തീൻ നമ്മുടെ മൂക്കിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാർ എന്ത് വായന്റെ ഇവിടെയും അതേപോലെ വാലിനൊക്കെ ചാറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കണം അപ്പൊ 1 എന്ന് പറഞ്ഞത് യെല്ലോ ആണ് അപ്പൊ നമ്മൾ യെല്ലോ എന്ത് ചെയ്യുക ഒന്ന് കൊടുത്തു നോക്കുക നമുക്കറിയണമല്ലോ ചിത്രത്തിൽ എന്താ വരാൻ പോവാന്നുള്ളത് അപ്പോൾ നമ്മൾ യെല്ലോ കൊടുക്കുക കേട്ടോ 1ന്റെ അവിടെ പറഞ്ഞു കൊടുത്തൊക്കെ അപ്പോൾ എല്ലാ മക്കളും നോക്കിക്കോ യെല്ലോ നമ്മളിങ്ങനെ കൊടുക്കുക ഏക്ക് എന്നുള്ളിടത്ത് ഇതിൽ പറഞ്ഞാൽ യെല്ലോ നമ്മളിങ്ങനെ കൊടുക്കുന്നു അല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ കൊടുക്കുക കാണുന്നുണ്ടോ അപ്പോൾ പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്താണ് സാറേ മഞ്ഞ നിറമാണ് യെസ് അപ്പം ഇനി അത് മറക്കുമോ എൻ്റെ മക്കൾ മറക്കുമോ ഇല്ല അല്ലേ ഒരിക്കലും മറക്കൂല അപ്പം നമ്മൾ എന്ത് ചെയ്തു മഞ്ഞ ഫുള്ള് എന്ത് ചെയ്തു നമ്മൾ കൊടുത്തു അല്ലേ 1ന്റെ അവിടെ ഫുള്ള് എന്താ ചെയ്തു മഞ്ഞ നിറം നൽകി നല്ല അടിപൊളിയായിട്ട് മഞ്ഞ നിറം നൽകി സാറേ ഇതിനെക്കാട്ടി നന്നായിട്ട് ഞങ്ങൾ നിറം കൊടുക്കുന്നവരാണ് അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സാറ് കൊടുത്തതിനേക്കാൾ സാറിനെ തോൽപ്പിക്കണം കേട്ടോ നിറം കൊടുത്തിട്ട് അപ്പം നമ്മൾ 1ന്റെ അവിടെ മഞ്ഞ കൊടുത്തു ഇനി നമ്മോട് പറയുന്നുണ്ട് 2 കാല കറുപ്പ് പറയുന്നുണ്ട് അപ്പം നമ്മളവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൃഷ്ണമണിയുടെ അവിടെയാണ് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ കൊടുക്കുന്നു അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു 2ന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ് 2ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു അല്ലേ അപ്പം 2ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു കണ്ടോ യെസ് അപ്പം 2ന്റെ അവിടെ അപ്പം എന്തോ ഒരു രൂപം കിട്ടിയിട്ട് നമുക്ക് ഇനി നമ്മോട് പറയുന്നുണ്ട് 3 എന്താ ഹരയാണ് പറഞ്ഞത് ഹര എന്താണ് പച്ച അപ്പം നമ്മൾ മറക്കുമോ ഹര പച്ചയാണെന്നുള്ളത് മറക്കുമോ ഇല്ല സാറേ ഞങ്ങൾ മറക്കൂല ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറിയാണ് നിങ്ങൾ പറയും അല്ലേ അപ്പം ഹര നമ്മൾ വീണ്ടും കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു അതും നമ്മൾ കൊടുത്തു ഇനി നമുക്ക് 4ൽ എന്താ പറഞ്ഞിട്ടുള്ളത് 4 ഏതാ ലാൽ ഏതാ നിറം ചുവപ്പാണ് അപ്പം നമ്മൾ ചുവപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പം ചുവപ്പ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞത് യെസ് ഇവിടെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചുവപ്പ് കൊടുക്കുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ചുവപ്പ് കൊടുത്തു ഇനി ചുവപ്പ് കൊടുക്കാൻ പറഞ്ഞത് അവിടെ മാത്രമാണോ അല്ല നമ്മുടെ ഈ വാലിൻ്റെ ഇവിടെയൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് ചുവപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് കൊടുക്കാൻ പോവാ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നു സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടൊക്കെ നിറം നൽകുന്നു ഇതിന്റെ വാലിനൊക്കെ നമ്മൾ ഏത് നിറം കൊടുത്തു യെസ് നമ്മളോട് പറഞ്ഞ ലാൽ നിറം കൊടുത്തു അപ്പൊ ലാൽ ചുവപ്പാണ് ഇനി ഒരിക്കലും സാർ ഞങ്ങളിത് മറക്കൂല അല്ലെ വാലിനൊക്കെ നമ്മൾ ചുവപ്പ് കൊടുത്തു ഇപ്പൊ എന്തായിടാ മക്കളെ യെസ് വളരെ ഭംഗിയുള്ള എന്തായി എന്നാ നമുക്ക് നോക്കാം യെസ് ഭംഗിയുള്ള പതങ്കായി പതങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടമാണ് അല്ലേ പട്ടമാണ് അപ്പൊ ആ പട്ടം നമുക്ക് ഇവിടെ കിട്ടി ചിത്രം കൊടുത്തപ്പോൾ നല്ല സുന്ദരനായ ഒരു പട്ടത്തെ നമുക്ക് കിട്ടി അല്ലേ ഇനി ഇവിടെ ചെടിയൊക്കെ ഉണ്ട് ഈ ചെടിക്കും വേണമെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം എന്ത് ചെയ്യാം ചെടിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലേ ചുവപ്പ് നിറമൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം കണ്ടോ എന്ത് ചെയ്യാൻ പറ്റും ചുവപ്പൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം സെറ്റല്ലേ റെഡിയല്ലേ ഇത്തരത്തിൽ എന്ത് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കും
റെഡിയാണോ? യെസ്. സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിൽ നല്ല സുന്ദരനാക്കി. അപ്പൊ ബത്തായിയെ മേരാ നാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതെന്താണ്? പതങ്കാണ് നമുക്ക് പറയാം, പട്ടമാണ് എന്ന് പറയാം. അത് ഇവിടെ എഴുതി കൊടുക്കുന്നു. നാം ദിയാ ഹൈ തോ ഫൂൽ കോ രംഗ് ദേ, ആ പൂവിനും നിറം കൊടുക്കാൻ പറഞ്ഞു. അതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് കൊടുത്തു. അപ്പൊ മേരാ നാം എന്താണ്? പതങ്കാണ് അല്ലെ, നമ്മുടെ പട്ടം പറയുന്നു അല്ലെ. അപ്പം നല്ല മനോഹരമായിട്ട് കൊടുത്തു. അപ്പൊ പീല മഞ്ഞയാണ്, അതേപോലെ കാല കറുപ്പാണ്, ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണ്, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ഇതെന്റെ മക്കൾ മറന്നു പോകാൻ തന്നെ പാടില്ല. നമുക്ക് ഉടനീളം നമുക്ക് ആവശ്യമുള്ള നിറങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ പട്ടത്തിന് പതങ്ക് എന്നാണ് പറയുന്നത്. പരീക്ഷയിലൊക്കെ നമുക്ക് ചിത്രം നിന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പട്ടത്തിന് പതങ്ക് എന്ന് പറയുന്നു. അത് നമ്മൾ മനസ്സിലാക്കി. മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ്, അതായത് പീല, കാല, ഹര, ലാൽ എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ അഡീഷണൽ ആയിട്ട് ആ പൂവിനും നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു. അതും നമ്മൾ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് അതും നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. സെറ്റല്ലേ? അപ്പൊ ഇത്തരത്തിൽ ഒരു പരീക്ഷയിലൊക്കെ ചോദ്യം വന്നാൽ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതൂലേ? യെസ്. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹത് ബഹത് ശുക്രിയ. ബൈ.